മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മിണ്ണി ആകാശത്തെ കുത്തുമ്പിൽ കാണാക്കും നേരൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാം ആശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. കല്ലുണ്ടായില്ലേ ഇത്തരം തരികിടകൾ കാട്ടി തുടങ്ങിയിട്ട്. കാറ്റാടി മലയിലേക്ക് തിരിച്ചു കയറാനുള്ള പെടാപ്പാടാ. അടവുകളെല്ലാം പഴയത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവന്റെ വടികറക്കത്തിനൊക്കെ ഒരു ചടുലത വന്നിട്ടുണ്ട്. അതും ശരിയാണ്. 1000 അടവ് പഠിച്ച ഒരാളേക്കാൾ പേടിക്കേണ്ടത് ഒരടവ് 1000 വട്ടം പ്രാക്ടീസ് ചെയ്ത ഒരാളെയാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്റെ ഇന്നത്തെ പ്രകടനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ എന്നും കാണുന്നതല്ലേ എന്റെ പൊന്ന് പപ്പീസേ. ഈ അടവും കൊണ്ട് നീ ആശാന്റെ അടുത്ത് ചെന്നാ ആശാന്റെ ഒറ്റയടിക്ക് നീ തീരും. ഈ വടി കൊണ്ടൊരു ഒറ്റ അടി അങ്ങ് കിട്ടിയാലുണ്ടല്ലോ ഞങ്ങൾ കാറ്റാടി മലയിൽ പോയി കിടക്കും കേട്ടോ. നീ ഇത് ആരെയെ പേടിപ്പിക്കുന്നേ? ഇനി ഞങ്ങളെ പോലുള്ള ഇത്തിരി കുഞ്ഞന്മാരെയോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കാറ്റാടി മലയിലേക്ക് ചെല്ല്. അവിടെ 18 അടവും പഠിച്ച ആശാനും പിള്ളേരും ഉണ്ട്. നീ പോയി അവരോടൊന്ന് കളിക്ക്. നിന്റെ മുട്ടുകാലം അവര് തല്ലി പൊട്ടിക്കും. നോക്കാലോ.
ഈ പപ്പീസിനോടാ കളി. ഈ നോട്ടീസ് ഈ കാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. എന്നിട്ട് കാണാൻ ബാക്കി അല്ല പിന്നെ. ഇവിടെ ആരും ഇല്ലല്ലോ. എവിടെ പോയി എല്ലാവരും? ഓ എങ്ങോട്ട് പപ്പീസ് ഇത്ര വേഗത്തിൽ പോകുന്നേ? അതേ, ഞാനൊരു അംഗം കുറിക്കാൻ പോവാ. നോട്ടീസ് കൊണ്ടാണ് അംഗം കുറിക്കുന്നേ? സാധാരണ വാളും കൊണ്ടാണല്ലോ അംഗം കുറിക്കാറ്. ഓ, ഇതൊരു സൂചനയാ. വരുന്ന മാസം 1-ാം തീയതി വമ്പനാശന്റെ കൽപ്പനകൾ ലംഘിച്ച് കാറ്റുള്ള മലയിലേക്ക് ഈ പപ്പി കടന്നു കയറാൻ പോകുന്നു. പപ്പീസ് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, അവിടെ നല്ല സെറ്റ് ടീമാണ്. ആലോചനകളൊക്കെ എന്നേ അവസാനിച്ചതാ. 2-3 കൊല്ലം കൊണ്ട് ഏതൊരാശാനെയും തളയ്ക്കാനുള്ള സകല അടവുകളും ഞാൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാണ്, നീ അംഗം കുറിക്കാൻ പോകുന്നത് കാറ്റുള്ള മലക്കാരോടാണ്. അവിടുത്തെ എന്തിനും പോകുന്ന ആശാനോടാണ്. ഓ, അവരെ കീഴ്പ്പെടുത്താനുള്ള ചൂടുകളെല്ലാം ഞാൻ വളരെയധികം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ അംഗം കുറിക്കൽ. നീ ഓർത്ത് വെച്ചോ, ഏപ്രിൽ 1. എന്നോടാ കളി. ഈ പപ്പി സാരാ മോൻ. അറിഞ്ഞില്ലേ? ഓ, അല്ലെങ്കിൽ വേണ്ട, എന്തിനാ വെറുതെ എനർജി വേസ്റ്റ് ആക്കുന്നേ? ഞാൻ താഴോട്ട് വരാം. എന്റെ അമ്മേ, 3 കൊല്ലമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശല്യം തീരാൻ പോവുകയാണ്. പപ്പീസ് വീണ്ടും കാറ്റാടിമലയിലേക്ക് പോവുകയാണ്. വിലക്ക് ലംഘിക്കുന്നു. പപ്പീസ് മലമുകളിൽ കയറുന്നു. ആടാം പാടാം അംഗം വെട്ടിയ കഥകൾ. പറ്റിയ സ്ഥലമായത്. പശുക്കിപ്പോ എത്താ വില. ധീരകഥകൾ, വീരകഥകൾ, അത്ഭുത കഥകൾ കാണാം. കൊള്ളാം. ഏപ്രിൽ 1 വിലക്കുകൾ ലംഘിച്ച് ഞാൻ കാറ്റാടിമലയിൽ പ്രവേശിക്കുന്നു. തടയാൻ കഴിയുന്നവർക്ക് തടയാം എന്ന് പപ്പീസ്. എന്തായാലും ഇന്ന് ഞാൻ കയറുന്നില്ല. 1 കയറാം. കുഞ്ഞിളം കൈകൾ നീട്ടി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്ന്. എന്താണിത്? ഏപ്രിൽ 1 വിലക്ക് ലംഘിച്ച് കാറ്റാടി. ഏപ്രിൽ 1 വിലക്ക് ലംഘിച്ച് ഞാൻ കാറ്റാടി മലയിൽ പ്രവേശിക്കുന്നു. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോളൂ എന്ന് പപ്പീസ്. എന്റെ ദൈവമേ, ആശാനേ, ആശാനേ, ഇത് കണ്ടോ? ആശാനേ, ആശാനേ, ഇതെവിടെ പോയി കിടക്കുവാണോ? കാണുന്നില്ലല്ലോ ആശാനേ, എന്റെ ആശാനേ. ഓ ആശാനേ, ഓ മടുത്തു. ആശാനേ, ആശാനേ, ആശാനേ. അങ്ങനെ കാറ്റാടി മലയ്ക്ക് തീ പിടിച്ചു. ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ പോണത്. ആശാനേ, 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 ആശാനേ. ഈ ആശാന്റെ ഒരു കാര്യം എത്ര നേരമായി നോക്കുന്നു. ഇതെവിടെ പോയി കിടക്കുവാണോ? ആശാനേ, ഓയ് ആശാനേ, ആശാനേ. ഗംഭീരോ? ആശാനെ കണ്ടോ? ഗംഭീരേ, അതെ, നീ അറിഞ്ഞോ? നമ്മുടെ ആശാനില്ലേ, ആശാനെ. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ പറയട്ടെ, ആശാൻ വിലക്ക് ലംഘിച്ചു. ആശാന് വിലക്കോ? ഓ അല്ല അല്ല, പപ്പീസ്. അല്ല മോട്ടു, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ കിളി പോയോ?
അതെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നതാണ് സത്യം. ബാക്കിയെല്ലാം നീ ഓ മാറ്റി കളഞ്ഞു. ഞാനെല്ലാം മാച്ചു കളഞ്ഞു. ആ ഇനി പറ എന്ത് പറ്റി? പറയാം. അതെ പുഴക്കരികിലെ കാറ്റാടിമല എന്ന ആ മൽക്കുട്ടിയില്ലേ, ഉവ്വ് ഉവ്വ് ഉവ്വ്. ആ അവിടെ ഉണ്ടല്ലോ ഒരു നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. അതില് ഇങ്ങനെ എഴുതിയേക്കുന്നേ: വിലക്കുകൾ ലംഘിച്ച് ഞാൻ കാറ്റാടിമലയിൽ ഏപ്രിൽ 1 പ്രവേശിക്കുന്നു. ആര് ആര്? അടാ അതെ നമ്മുടെ പപ്പീസ്. ഷോ തെറ്റിപ്പോയി. പപ്പീസോ? പപ്പീസ്, നമ്മുടെ ആര്? പപ്പീസ് വരുന്നുണ്ടെന്ന്. പപ്പീസോ? ആ ആശാനേ ആശാനേ പറഞ്ഞു തീർത്തപ്പോ ആശാനെ ദേ പോയി സമാധാനായി. കിടക്കുക. ആശാനെ ദേ പപ്പീസ് വരുന്നുണ്ട്. ആശാനേ! ആശാനെ ആശാനേ! ഈ ആശാനെ അല്ലെങ്കിൽ ആവശ്യ ഞാൻ സമയത്ത് കുറെ കാണില്ല. നേരം വിളിച്ചു, നീ എവിടെ വിളിക്കില്ല. പോയി കിടക്കുക ആശാൻ? ഞാൻ മടുത്തു. ആശാനെ എന്റെ ആശാനെ ഓയ് എവിടെ? ഉറക്കെ വിളിക്കണ്ട ഗംഭീരേ. ആശാനെ എന്റെ ആശാനെ ഞാൻ ഇവിടേക്ക് നോക്കട്ടെ. ആശാനെ ആശാനേ! ആശാനെ ആ അതെ കപിലേ 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 എന്താ എഴുന്നേക്ക്. എന്ത് പറ്റി? നീ ആശാനെ കണ്ടോ? നിങ്ങൾ എന്തിനാ ആശാന അന്വേഷിക്കുന്നേ? ജീവൻ വേണമെങ്കിലേ നമ്മളോടൊപ്പം ചേർന്നോ. സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങുമായിരുന്നു. വേഗം നിങ്ങൾ വാ. എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ആശാന്റെ അടുത്തേക്കാ പോകുന്നേ. എന്നാലേ ഇതുവഴി ഓടാം. ഓക്കേ, ഓടിക്കോ. വേഗം വാ. ആശാനെ ആശാനേ! ആശാനെ ഒന്ന് വിളിയുടെ കഥ. ആശാനേ, ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കുക? ആശാനേ! എന്റെ അമ്മേ, നടന്നു മടുത്തു. എന്തോരം ദൂരം നടന്നേ. ആശാനെ ദേ കിടക്കുന്നു നമ്മുടെ ആശാൻ. ആശാനെ അമ്പോ. ആശാനേ ആശാനേ ഒന്ന് എഴുന്നേക്ക് ആശാനേ. ആശാനെ ഒന്ന് എണീക്ക ആശാനെ. ഇതെന്തൊരു ഉറക്ക ആശാനേ ഇത്. എഴുന്നേറ്റ് സമാധാനം. എന്താ എല്ലാരും കൂടിയിട്ട് അതെ 3 വർഷം മുമ്പേ നമ്മൾ ഊരുവൽക്ക് കൽപ്പിച്ച് ഈ കാറ്റാടിമാരയിൽ നിന്ന് പുറത്താക്കിയ പപ്പീസില്ലേ, അവൻ തിരിച്ചു വരുന്നു. അതിന് കാറ്റാടിമലയിലെ ഒരു കൂട്ടം ചേർന്ന് അവന് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചോ? ആരും തീരുമാനിച്ചില്ല. പക്ഷേ അവൻ തീരുമാനിച്ചു. അതെങ്ങനെയാ ശരിയാവുന്നത്? നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് അവനെ തിരിച്ചെടുക്കണോ വേണ്ടയോന്ന്. അതെ അതെ അതല്ലേ ആശാന ശരി. അതന്നെയാണ് ശരി. അതെ അതെ അതാണ് ആശാൻ എന്തേലും പറ. ഉം. ആശാനെ ഇത് കളി വേറെയാണ് കേട്ടോ. ആശാൻ അവനെ കാറ്റാടിമലയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇവിടെ ശാന്തി സമാധാനം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവനുണ്ടല്ലോ കുറിഞ്ഞിമലയിൽ പോയിട്ട് അടിതടവ് പഠിക്കുകയായിരുന്നു. ആ അതാ നടന്നത്. നമ്മളിനി എന്ത് ചെയ്യും ആശാനെ? കാര്യങ്ങളൊക്കെ കുഴപ്പത്തില. അവൻ അവിടെ ചില കസർത്തുകളൊക്കെ നടത്തുന്നുണ്ടെന്ന് ചക്കിത്താറാവ് വഴി ഞാൻ അറിഞ്ഞു. പക്ഷേ ഇത്ര വേഗം ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ആശാനെ? അതെ ഉം. എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മളും കളരി തുടങ്ങണം. പ്രാക്ടീസ് ആരംഭിക്കണം. ആ അതെ എല്ലാവരോടും കൂടി ഞാൻ പറയാണ്, ഇത് പരസ്പരം തല്ലി തീർക്കാവുന്ന കാര്യമല്ല ഈ പപ്പീസിന്റെ കാര്യം. അവനൊരു തെറ്റ് ചെയ്തു. നമ്മൾ അവനെ ഈ കാറ്റാടിമലയിൽ നിന്നും പുറത്താക്കി. അതെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വീണ്ടും അവന് തിരിച്ചെടുക്കണമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ആ കാര്യം വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ ആലോചിച്ച് നാളെ ഞാനൊരു തീരുമാനം പറയാം. ആശാൻ ആലോചിച്ച് കഴിയുമ്പോഴേക്കും അവൻ ഇവിടെ വന്ന് എല്ലാവരെയും തല്ലി ഓടിക്കും കേട്ടോ. ആശാനെ അവന് സൂക്ഷിക്കണട്ടോ. കളരി പെട്ടെന്ന് വേണം ആശാനെ. വേണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തലയിരിക്കുമ്പോ വാലാടാൻ നടക്കുന്നു. കളരി വേണ്ടതായിരുന്നു. ഏയ് മോട്ടു കപിലേ, ആശാൻ കളരി തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെ. ആശാൻ പ്രായം കൂടിയപ്പോഴേ ആശാൻ സമാധാന പ്രിയനായി എന്നാ തോന്നണേ. പണ്ടത്തെ ആശാനായിരുന്നു ശരിക്കും ആശാൻ. കുറച്ചു നാളായിട്ട് ആശാന് തീരെ ഉഷാറില്ല. പപ്പീസിനെ ഇവിടുന്ന് പുറത്താക്കിയതിന് ശേഷാണ് ആശാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ഡൗൺ ആയത്. എന്തൊക്കെ സംഭവിച്ചാലും നാളെ തന്നെ കളരി തുടങ്ങണം. എന്നിട്ട് വേണം എന്റെ ബോഡി ഒന്ന് സെറ്റാക്കാൻ. ശരിയാ. ഗംഭീര പൊളിക്കും. ആ വലുത് മാറി ഇടത് തിരിഞ്ഞ് ആ വലിഞ്ഞ മറന്ന് ചൊട്ടിത്തിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ്, തിരിഞ്ഞ് മാറി. അങ്ങോട്ടോ ആഞ്ഞടിക്ക്. ആ വലത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് പോകണം. നോക്കി വെക്കടാ. കണ്ണ് ആ കമ്പിലായിരിക്കണം. പഴയ പോലൊന്നും പറ്റുന്നില്ലല്ലോ ആശാനെ. മതി മതി മതി, ഇന്നത്തേക്ക് നിർത്താം. എല്ലാവരും നിർത്തിക്കോളൂ. ആ ഓക്കെ ശരി ശരി. ഇടപാട് തീർന്നു. എന്റെ അമ്മോ.
ആശാനെ ഇതുകൊണ്ടൊക്കെ അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഒരു കൊല്ലം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു മാസം കൊണ്ട് പഠിച്ചില്ലേ? അതൊക്കെ മതിയെന്ന്. നിങ്ങൾ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയുക. എന്താ? നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ കളരി തുടങ്ങിയത്. ഒരു കാര്യം ഓർത്തോ, കളരി അഭ്യാസം അറിയാന്ന് വെച്ച് ആരുടെയും മെക്കെട്ട് കയറാൻ പോകരുത്. ശരി ആശാനെ. ഹുഷ്. ഹോ, ആശാനിത് എന്തു പറ്റി? പ്രായായില്ലേ, അതിന്റെ ഈ പതുങ്ങലും സമാധാനം പറച്ചിലും ഒക്കെ. ശരിയാ. ഗംഭീരേ, എനിക്ക് പേടിയാവുണ്ട് ട്ടോ. എന്തിനു പേടിക്കണം? നമ്മൾ 4 പേരില്ലേ, അവൻ ഒറ്റയ്ക്കും. ഗംഭീരേ, അതാണ് നാം പേടിക്കേണ്ടത്. അവനിവിടെ വന്ന് ഓരോരുത്തരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെല്ലുവിളിച്ചാലോ? എങ്കിലും രക്ഷപ്പെട്ടു. ആശാൻ അവനെ നേരിട്ടോളും. ഓ എന്റെ കപിലേ, മണ്ടത്തരം പറയാതെ. ആശാൻ ഇപ്പോൾ അടിത്തടവിനോട് പ്രത്യേക താല്പര്യമൊന്നും ഇല്ല. പിന്നെ ആരവനെ നേരിടും? മോട്ടു ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യൂ? അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ലേ, എനിക്ക് പേടിയാ. എന്റെ ദൈവമേ, ഗംഭീരേ നിന്നെ കൊണ്ട് പറ്റോ? ഈ കാറ്റാടിമലയ്ക്ക് വേണ്ടി, ഈ കാറ്റാടിമലയിലെ നമ്മുടെ ആശാന് വേണ്ടി ഞാൻ അവൻ ഒറ്റയ്ക്ക് നേരിടും. ഗംഭീരേ, നീയാണ് ഞങ്ങളുടെ അടുത്ത ആശാൻ. തോപ്പിക്കല്ലേ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ദേ, ദേ വരുന്നു പപ്പീസ്. എന്റെ അമ്മോ! ഓ ഭാഗ്യം, കപില പ്രൊഫഷൻ പോകുന്ന കിട്ടും. പോക്ക് എന്നെ കണ്ടോ? കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഓ എന്റെ പൊന്നു ദൈവേ, ഈ മണ്ടന്മാരെയും കൊണ്ടാണ് ഞാൻ യുദ്ധത്തിന് പോണ്ടത്. നല്ല രസമുണ്ടായിരുന്നു അവന്റെ ഓട്ടം കാണാൻ. ജയിക്കാനായി ജയിച്ചവൻ ഞാൻ, ടൻ 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 ടൻ. ഭരിക്കാനായിട്ടല്ല വളർന്നത് ഞാൻ, ടൻ 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 ടൻ. ടാരറ്റ. ഓ പപ്പീസ് വരുന്നു തോന്നുന്നില്ല കേട്ടോ. ശരിയാ, നമ്മുടെ കളരിയും ഈ സെറ്റപ്പും കണ്ട് അവൻ പേടിച്ചു കാണും. ആശാനെന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മോട്ടു, ഗംഭീർ പേടിച്ച് മുങ്ങിയന്റെ ടെൻഷനിലാ ആശാൻ ഇരിക്കണേ. അതാണ് സംഭവം. ഓ നിന്ന് കാല് കുറ്റിയായി. ഞാൻ എവിടെങ്കിലും ഒന്ന് പോയി ഇരിക്കട്ടെ. അവനൊന്നും ഇങ്ങോട്ട് വരില്ലാനേ, നമ്മൾ ചുമ്മാ കാത്തിരിക്കണതാ. അല്ല ആശാനെ, അത് ശരിയാണല്ലോ. ഒറ്റയ്ക്ക് നിന്ന് അടിക്കാമെന്നേറ്റ ഗംഭീർ തന്നെ ആദ്യം മുങ്ങി. നിന്ന് മടുത്ത്. ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ. ഓ മോട്ടു, കപിൽ, എല്ലാവരും എന്താ ചാടി ആശാനെ? എഴുന്നേറ്റോളൂ. പപ്പീസ് വരുന്നുണ്ട്. ഒരുങ്ങിയിരിക്കൂ. അമ്മേ, കാറ്റാടിമലയ്ക്ക് പഴയ പോലെ തന്നെ ഒരു അപ്പൊ അവന്റെ വരവ് കണ്ടോ? എന്ത് കഷ്ടം. കയ്യില് വലിയ വടിയൊക്കെ ഉണ്ട്. ആശാനെ, എല്ലാ വിലക്കുകളിലും ലംഘിച്ച് ഈ പപ്പീസ് കാറ്റാടിമലയിലേക്ക് വന്നിരിക്കുന്നു. അമ്മേ. ആരാണ് എന്നോട് എതിരിടാൻ? മോട്ടു, നീ ചെല്ലേ. ഞാൻ പോവില്ല. അശ്വനെ, എനിക്ക് പനിയാ. സത്യായിട്ടും. അതെ, ഞാൻ പോവൂല. എന്റെ തൊണ്ടയില് കിച്ച് കിച്ചുണ്ട്. നീ നിന്ന് കുണുങ്ങാതെ പോരിന് വാ. പോടാ, കപില. ഒറ്റയ്ക്ക് വരാൻ മടിയാണെങ്കിൽ നിങ്ങൾ കൂട്ടമായി വന്നോളൂ. ധൈര്യമുണ്ടെങ്കിൽ വാ. ആ എവിടെ 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 ധൈര്യമുള്ളവരാരും ഈ കാറ്റാടി മലയിൽ ഇല്ലേ? ആശാനെ, നിങ്ങള് പോ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ എവിടെങ്കിലും ഒന്ന് പോയി ഇരിക്കട്ടെ. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എന്റെ പൊന്നാശാനെ, ഇത്ര മണ്ടന്മാരെയാണോ നിങ്ങൾ കളരി പഠിപ്പിച്ചത്? വാടാ. ആരാണ്? അടി ഗംഭീര, ഗംഭീര അടിക്ക്. അടിക്കണ. കൊള്ളാം കൊള്ളാം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എഴുന്നേക്ക് ഗംഭീരേ. ഇനി ആരാണുള്ളത്? ഈ കാറ്റാടി മലയിൽ എന്നെ വെല്ലാനായിട്ട് ആരുണ്ട്? ഞാനിവിടില്ല. ഞാനുണ്ട്. എഴുന്നേക്ക് ഗംഭീരേ. വാടാ. ആ ആശാനെ വാ. ആശാൻ എന്റെ കൂടെ വാ. അശ്വനെ, അശ്വൻ മടി താഴെയിട്ടില്ല. പപ്പീസേ, എന്റെ ഇതെന്താ പൊന്നു ഇത്? പപ്പീസേ, ഗംഭീരേ, നീ എഴുന്നേക്ക്. ഇത്രയും കാലം എവിടെയായിരുന്നു? നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ആശാനെ, വീടാശാനെ.
തോൽക്കാൻ നേരം പുതിയ നമ്പറുമായി വന്നിരിക്കുകയല്ലേ ആശാനെ. നല്ല പോരാളിയുടെ മുമ്പിൽ തോൽക്കുന്നതും ഒരു സുഖമുള്ള കാര്യമാണ് പപ്പീസേ. അപ്പൊ ആശാൻ സമ്മതിച്ചോ ഞാൻ നല്ല പോരാളിയാണെന്ന്? പപ്പീസേ, നീ നല്ലൊരു പോരാളി മാത്രമല്ല, എന്റെ നല്ലൊരു ശിഷ്യനും കൂടിയാ. 2-3 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഇതുപോലെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ കാറ്റാടി മലയ്ക്ക് നിന്നെ നഷ്ടപ്പെടുമായിരുന്നില്ല. ആശാനെ, ആശാനെ, ഞാൻ പോരിന് വിളിച്ചത് തെറ്റായി പോയിന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ആശാൻ എന്നോട് ക്ഷമിക്കണം. 2-3 വർഷം മുമ്പ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട അന്ന് മുതൽ ഞാൻ കൊതിച്ചിരുന്ന നിമിഷമായത്. ഈ കാറ്റാടി മലയിലുള്ള എല്ലാവരും ഇത് ആഘോഷിക്കാൻ പോവാ. അതെന്ത് പണി ആശാനെ? ഇത്രയും കാലം ആശാൻ അനുസരിച്ച് ജീവിച്ചോർന്നവരല്ലേ ഞങ്ങള്. ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാണ്ട് ആശ ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചാ? ആശാന് വേണ്ടി ഒരു ചാവറിനെ പോലെ പൊരുതിയ ഈ ഗംഭീറിനെ ആശാൻ മറന്നോ? എടാ മോട്ടു, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഈ പപ്പീസും. ഇന്നലെ വരെ ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ ഈ നിമിഷം മുതൽ ഇവൻ എനിക്ക് പ്രിയപ്പെട്ടവനായി. ആശാനെ, നിങ്ങളെ വെറും ആശാനല്ല, പൊന്നാശാന, എന്റെ പൊന്നാശാൻ. പപ്പീസേ, ഗംഭീറിന്റെ കിടപ്പ് കണ്ട എന്തൊരു അടിയാടാ നീ ഇവനെ അടിച്ചത്. പറ്റിപ്പോയി ആശാനെ. ഒരു പോരയ്ക്കാവുമ്പോ ഇനിയിപ്പോ നമ്മൾ എന്താ അങ്ങോട്ടും ചെയ്യാ? ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഗംഭീരേ, ഏതായാലും ഇതല്ല പ്രശ്നം. ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെ അടിക്കണോ? അയ്യോ, അയ്യോ, ഗംഭീർ എഴുന്നേറ്റ്. ഗംഭീരേ, എന്താ ഉണ്ടായത് എന്റെ ആശാനെ? ഓ ആശാനെ, മോട്ടു, എന്താ ഇവിടെ ഉണ്ടായേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, ഇതാര്? എന്റെ പഴയ പപ്പീസല്ലേ ഇത്? ഗംഭീരേ, ഗംഭീരേ, ക്ഷമിക്കടാ. സോറി, പപ്പീസേ? സോറി ഗംഭീരേ. കിട്ടുവേ, എന്താ നീ ഇന്ന് സ്കൂളിൽ പോയായിരുന്നോ? നീ എപ്പോഴാ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നേ? 4 മണി വരെ. അതോ അവിടെ നിൽക്കട്ടെ. നീ ഇന്നലെ ട്യൂഷന് പോയായിരുന്നോ? പോട്ട് നീ എപ്പോഴാ തിരിച്ചു വന്നേ? ആ, അത് അവിടെ നിൽക്കട്ടെ. നീ പള്ളിയിൽ പോയി ഞാൻ തന്ന പൈസ കൊണ്ട് നേർച്ചപ്പട്ടിയിൽ ഇട്ടായിരുന്നോ? ഷുവറാണല്ലോ. ആ, ശരി. നിന്റെ കൂട്ടുകാരൻ കിച്ചൂട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ നീ സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയി. നീ സ്കൂളിൽ നേരത്തെ ഇറങ്ങിപ്പോയി, ട്യൂഷന് ചെന്നിട്ടുമില്ല. ഇന്നലെ ഞാൻ തന്നുവിട്ട പൈസയ്ക്ക് നിങ്ങൾ 2 പേരും കൂടെ പൈസ കൊടുത്ത് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് എന്ന് ഞാൻ അറിഞ്ഞു. എഴുന്നേക്കടാ, എഴുന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നും നിന്നോട് പിണങ്ങും. ഇനി സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്നറിയാമോ? കള്ളം പറയുന്നത്, കള്ളത്തരം ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ചെയ്യാത്ത കാര്യമാണ്. ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും പപ്പയോടോ മമ്മിയോടോ ആരോടും കള്ളം പറയരുത്, കള്ളത്തരം ചെയ്യരുത്. ഈ കള്ളത്തരം ചെയ്യുമ്പോഴും കള്ളം പറയുമ്പോഴും ആരെ വേദനിക്കുന്നത് എന്ന് നിനക്കറിയാമോടാ? ഞാൻ മാത്രമല്ല, കള്ളം പറയുമ്പോൾ ഈശോ വേദനിക്കും. നിനക്കറിയാമോ അത്? ഈശോയെ വേദനിപ്പിക്കുവാനായിട്ട് നമുക്ക് ഇടയാകരുത്. കള്ളം പറഞ്ഞാൽ ഈശോ വേദനിക്കും. ആര് ചിരിക്കും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആദത്തിനും ഹവ്വയ്ക്കും ആദ്യം ഈ പഴമൊക്കെ കൊണ്ട് കൊടുത്തത് ആരാന്ന് നിനക്കറിയാമോ? കണ്ടോ, പിശാചാണ് നമ്മളെ ഇങ്ങനെ കള്ളത്തരം ചെയ്യാൻ, കള്ളം കാണിക്കുവാൻ, കള്ളം പറയുവാനായിട്ട് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും എന്താ ചെയ്യരുത്? അപ്പൊ നിനക്ക് അറിയാവുന്ന കാര്യമില്ല, പിന്നെ എന്തിനാ നീ ഇന്നലെ ട്യൂഷന് പോയെന്നും സ്കൂളിൽ പോയെന്നും തന്ന പൈസ പള്ളി ഇട്ടെന്നൊക്കെ നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞേ? ഓക്കെ, ഇപ്പൊ ഞാൻ തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ നിർത്തിക്കോണം. അപ്പം നല്ല കുഞ്ഞുങ്ങൾ ഒരിക്കലും കള്ളം പറയത്തില്ല. ഒരിക്കലും ജീവൻ പോയാൽ പോലും ഒരിക്കലും എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. ഒരിക്കലും ആടി വക മോഷ്ടിക്കുകയും വരുത്. അപ്പനോ അമ്മയോ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കുന്നവരാണ് ഈശോയുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോടാ?
അപ്പൊ ഈ മനസ്സിലായാൽ മാത്രം പോരാ, നീ നന്നായിട്ട് പ്രവർത്തിച്ചു കാണിക്കണം. കള്ളം പറയുമ്പോൾ ഈശോയ്ക്ക് അപ്പൊ ഈശോയ്ക്ക് വിഷമമാകുമ്പോൾ ആ വിഷമമാകുന്ന കാര്യങ്ങൾ നീ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യരുത്. അപ്പൊ ഈശോയ്ക്ക് വിഷമം വന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് ഇടയാക്കരുത്. നല്ല കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലത് പറയുന്ന, ഒരിക്കലും കള്ളം പറയുന്ന കുഞ്ഞുങ്ങളായി തീരരുത്. മോഷ്ടിക്കാനായിട്ട് നമ്മൾ ഇടവരുത്. എത്ര നമുക്ക് കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ചെറിയ ടെൻഡൻസി വരും. മറ്റുള്ള പെൻസിൽ എടുക്കണം, പേന എടുക്കണം, ബുക്ക് എടുക്കണം എന്നൊക്കെ നമുക്ക് ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് വിഷമമാവുമെന്ന് അപ്പോൾ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോടാ? അപ്പൊ പേനയോ പെൻസിലോ ബുക്കോ ഒന്നും ആരെയും ഒരു വക പോലും എടുക്കാനായിട്ട് ഇടയാകരുത്. എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വിഷമിക്കുന്നത്? നമ്മുടെ പപ്പയും മമ്മിയും വിഷമിക്കും. നമ്മളെ കള്ളന്മാരെന്നവർ വിളിച്ചു കഴിഞ്ഞാൽ ആർക്ക് വിഷമമാവുന്നേ? പപ്പയ്ക്ക് വേണ്ടോ? നിങ്ങൾക്ക് അറിയാമല്ലോ, പപ്പയ്ക്കും മമ്മിക്ക് വിഷമമാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഒരിക്കലും കള്ളം പറയരുത്, കള്ളത്തരം കാണിക്കരുത്, മോഷ്ടിക്കരുത്. നിങ്ങൾ റെഡിയാണോ? നീ അവിടെ നിൽക്ക്, നീ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ റെഡിയാണല്ലോ? റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നീ റെഡിയാണോടാ? ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ. നിങ്ങൾ അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായി പേരൻസ് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നോണം. ഓക്കെ.